ഇവിടെ ഇപ്പൊ തന്നെ 4-5 നീ ഇങ്ങനെ മണപ്പിച്ചോണ്ടിരിക്കണ്ട ഫിനിഷ് ചെയ്യടാ. അതെ, എനിക്ക് വേണ്ടിട്ടല്ല ഞാൻ കുടിക്കണത്, ചേട്ടന് വേണ്ടിട്ടാ. നീയൊക്കെ എന്ന് തന്നവനാടാ. മതി മതി, ഇപ്പൊ തന്നെ ഓവറാ. ഓവറാണെങ്കിൽ കഴിക്കണ്ട. ഞാൻ എന്റെ കാര്യമല്ല ചേട്ടന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ഒഴിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെന്ന് പറഞ്ഞില്ല, അത്ര മതി കഴിച്ച്. അയ്യോ, ചേട്ടനും അനിയനും കൂടി ആ ബാങ്കുകാരെ പറ്റിച്ചതിന്റെ പേരിൽ സന്തോഷിക്കാനല്ലേ? എങ്കിൽ ദുഃഖിക്കാൻ തയ്യാറായിക്കൊള്ളൂ. ടച്ചിങ്സ് ഇല്ലേ? ഇല്ല. നീ കാര്യം പറ. ഇന്നത്തെ സംഭവം വിശ്വംഭർ സാറിന്റെ അഭിമാന പ്രശ്നമായി. എന്തായാലും നിങ്ങൾ വട്ടം ചുറ്റുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ജപ്തി നടപടികൾക്കായി ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ നിയമിതനായി. ഓംബുഡ്സ്മാൻ ബാലസുബ്രഹ്മണ്യം. ഒരു പാലക്കാടൻ പട്ടര. അയാളേത് പട്ടരായാലും ശരി പരട്ടയാലും ശരി, ഇവിടെ കാലുകുത്തിയാളുടെ ഞാൻ കാല് വെട്ടും. ചുമ്മാ ഇരിക്കുന്നേ, അവിടെ ഇരുന്നേ. ഇവനെന്താ പഠിച്ചു? നീ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇയാളെന്നെ പിഴപ്പിച്ചേനെ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ബാങ്ക് രഹസ്യങ്ങൾ ഇവിടെ ചോർത്താൻ പാടില്ലാന്ന്. ബാക്കി രഹസ്യം പട്ടി പറയും. പട്ടി ഇത് കുടിച്ചേ. വേണ്ട. അല്ല, നീ ഇത് കുടിച്ചേ. വേണ്ടെന്ന്. ശങ്കരനുണ്ണി. ബാക്കി പറയടാ. ബാക്കി ഈ ഫുള്ള് വെച്ചോ. ഇനി ഞാൻ നിന്നോട് മാത്രമേ പറയൂ. നീങ്ങ വന്നേ. ഈ ബാലസുബ്രഹ്മണ്യം ഒരു വെജിറ്റേറിയൻ പുപ്പുലിയ. അയാളുടെ വിധി കോടതി വിധിക്ക് തുല്യ. ഈ കാര്യത്തിന് മജിസ്ട്രേറ്റിന്റെ പദവിയാ. തിരിച്ചടക്കേണ്ട തുക തവണകളാക്കി തരാനും എഴുതി തള്ളാനും വരെ പവറുള്ള ആളാ. നാളെ ചെന്നൈയിൽ നിന്നെത്തും. ഫ്ലൈറ്റിലാ? അല്ല, വഞ്ചിക്ക്. കാര്യം പറടാ. അദ്ദേഹത്തെ എയർപോർട്ടിൽ നിന്നും പിക്ക് ചെയ്ത് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിക്കേണ്ട ചുമതല എനിക്കാണ്. താങ്ക് യുടാ, താങ്ക് യു. നീ എന്തിനാ എനിക്കിട്ട് താങ്ക് യുടാ? എടാ, ബാങ്ക് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുത്തിരിക്കുന്നു. ആ പുപ്പുലിയെ സ്വീകരിക്കാൻ നിനക്ക് പകരം ഞാൻ പോകുന്നു. എന്റെ ജോലി പോണ ഏർപ്പാടാണ്. ഞങ്ങളുടെ കിടപ്പാടം പോണ ഏർപ്പാടാ. ശങ്കരനുണ്ണി, നിനക്ക് പകരം നാളെ ഞാനുണ്ടാവിടെ എയർപോർട്ടില്. ഒന്ന് പിടിക്കോ? ശരി. ഹലോ, ഞാനാണ് പാലക്കാട് ബാലസുബ്രഹ്മണ്യം. അതെ, നമസ്കാരം സാർ. ഈശ്വരൻ അനുഗ്രഹിക്കും. എന്താ തന്റെ പേര്? ചക്രവർത്തി. സോറി സാർ, പേരാണോ ചോദിച്ചത്? ശങ്കരനുണ്ണി. എന്താ ബാങ്കിൽ അറ്റൻഡർ അല്ലേ? അതെ സാർ, പ്യൂൺ കം ഡ്രൈവർ കം 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 കം. ഇവിടുത്തെ ബാങ്കിൽ പ്യൂണിന്റെ വേഷം മുണ്ടാണോ? ബഹുമാനം കാണിക്കാനാണ് സാർ ഞാൻ ഈ മുണ്ടെടുത്തത്. ബഹുമാനം കാണിക്കാണോ? അതെ സാർ. സാറിനെ പോലെ വലിയൊരാൾ മുമ്പിലെത്തുമ്പോൾ മുണ്ടാണെങ്കിൽ ഇതാ ഇങ്ങനെ ഒന്ന് അഴിച്ചിട്ടാ മതി, അത് ബഹുമാനാവും. പാന്റ് ആകുമ്പോ പാന്റ് ഊരി ബഹുമാനം കാണിച്ചാൽ അത് വൃത്തിയേട് കാണിച്ചതല്ലേ പറയൂ സാർ. കൊള്ളാലോ. ഇങ്ങനെ തട്ടികള്. വരൂ സാർ, വെൽക്കം ടു ഇന്ത്യ. അല്ല, കേരള. സാർ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് സാറിന്റെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഇപ്പൊ ജപ്തി വരെയായി. പാവം. എന്താ അയാളുടെ പേര്? ഒരു ബാബുരാജ്. എന്താ സാർ ആലോചിക്കുന്നേ? അമ്പലക്കര ഫാക്ടറി ഓണർ. സാറിന് മനസ്സിലായോ? അയാളുടെ ഒരു അണിയൻ. ആ കള്ള റാസ്കലിനും ഉണ്ടല്ലോ ലോൺ. മനസ്സിലായില്ലേ? ഒരു നാടകക്കാരൻ. അയാളൊരു പാവാ സാറേ. ഈ ചേട്ടനും പാവാ. അനിയൻ പാവം, ചേട്ടൻ പാവം. അങ്ങനെ അല്ലല്ലോ എനിക്ക് കിട്ടിയ റിപ്പോർട്ടിൽ. കള്ളു കുടിച്ച്. അയ്യോ സാർ, പച്ച കള്ളമാണ് സാർ. അവരുടെ രണ്ടുപേരുടെ അവസ്ഥ വളരെ ദയനീയമാണ് സാർ. എനിക്കറിയാവുന്ന അവരെ ലണ്ടനിൽ നിന്ന് MBA എടുത്ത് നാടിനെ സേവിക്കാൻ ഇറങ്ങിയ അഭ്യസ്ത വിദ്യൻ. ലോൺ എടുത്ത് ഫാക്ടറി തുടങ്ങി. തൊഴിലാളി സമരം മൂലം അത് അടച്ചുപൂട്ടി. നാടക കമ്പനി നടത്തുന്ന അനിയൻ നാടകം കാണാൻ ആളില്ലാത്തതിന്റെ പേരില് ട്രൂപ്പ് പൂട്ടാനായിട്ട് താഴ്മേടിച്ചിരിക്കുക. ഈ സമയത്ത് ജപ്തി നടപടികളുമായിട്ട് വിശ്വംഭർ സാർ വന്നത്. ആളെ മുട്ടിയ ചേരയും കടിക്കില്ലേ സാർ, കടിച്ചുപോയി. അതിന്റെ പ്രതികാരാണ് ഈ വിശ്വംഭർ സാറിനെ. അവരുടെ തറവാട് ബാങ്ക് ജപ്തി ചെയ്ത എട്ടിക്കാറായ 5-6 പെങ്ങന്മാര് സഹിതം അവിടെ ഒരു കൂട്ട ആത്മഹത്യ എടുക്കും സാർ. സാർ അവരുടെ കട എഴുതി തള്ളുവോ ഇളവ് ചെയ്യൊന്നും വേണ്ട, ഒരു സാവകാശം കൊടുത്താൽ മതി പ്ലീസ് സാർ. ഈ കാര്യത്തിൽ തനിക്ക് എന്താ ഇത്ര? സാർ, ഒരു അഭ്യുദയകാംക്ഷയ്ക്ക് അഭ്യർത്ഥിക്കാൻ പാടില്ലേ സാർ? ഞാൻ അവരുടെ ഫയൽ വിശദമായി ഒന്ന് പഠിക്കട്ടെ. നിയമപരമായി എന്ത് ചെയ്യാൻ പറ്റുന്ന അതിനുശേഷം പറയാം.
പരട്ടെ പട്ടേ. എന്താ പുറത്തൊരു ബഹളം? അത് ഏതൊരു കള്ളുടി ഒന്നും ബഹളം ഉണ്ടാക്കുന്നതാ. സാർ സാറിന്റെ റൂമിലിരിക്കൂ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. സാർ ഇരിക്കൂ വാടാ അവിടെ. പ്ലീസ്. അകത്ത് കുളിച്ച് ഫ്രഷ് ആയിട്ട് കഴിച്ച് അല്ല കഴിച്ചാണല്ലോ. ശരി. വാടാ, വാടാ. ഓ പാമ്പ് എവിടെ ഒരു പാമ്പാട്ടി കിട്ടി വീട്ടിൽ കൊണ്ടുപോയി. വാടാ. ഓ, ചക്രവർത്തി ഇവിടെ ഉണ്ടായിരുന്നോ? ചക്രവർത്തി ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിട്ട് പോയേ. ഏയ്, നീ ഒന്നും പറയരുത്. അടി. ഒന്നടങ്ങ്. ഞാൻ അങ്ങേരുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുക. ഇവിടെ കിടന്ന് അലമ്പിട്ടാക്കരുത്. നമ്മൾ ചേട്ടന് അനിയനാണെന്ന് പറഞ്ഞാൽ എല്ലാം പൊളിഞ്ഞ് പാളീസാവും. ആരെയാള്? അയ്യോ അയാളാണ് ഇയാള്. ഈശ്വര, സാറിനിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് പോവാല്ലേ? ആരെങ്ങനെ പോവാൻ? ആരെയാള്? ഇതാണ് ഓംബുഡ്സ്മാൻ. ഓഹോ. എടോ പട്ടേ, എന്റെ കമ്പനിയിലെങ്ങാനും കാലൂത്തി തന്റെ വായിൽ പന്നിപ്പടക്കം വെച്ച് പൊട്ടിക്ക് ഞാൻ. അയ്യോ അങ്ങനെയൊന്നും ചെയ്യരുത്. എന്നാ തോട്ടേറ്റാലോ? ചേട്ടൻ ഇത് വണ്ടി വിടടോ. അയാൾ എന്താ എന്നെ ചെയ്യാൻ പോകുന്നതെന്ന് കാണട്ടെ. താൻ എന്ത് ചെയ്യോടോ ഓംബുഡ്സ്മാനെ? ഏട്ടനൊരു പാവാ, വെറും പാവം. ഇപ്പൊ സംസാരിക്കുന്ന പിന്നെ എന്റെ ഏട്ടനല്ല, അപ്പനാണോടാ? ഏതോ കൂതറമ്മ. ശരിക്കും വായിൽ കൈയിട്ടാ പോലും കടിക്കാത്ത മാന്യനാ. എങ്കിൽ ആ വായിലൊന്ന് കൈയിട്. അയ്യോ ഇപ്പൊ കൈയിട്ട് കഴിഞ്ഞാ റമ്മൊക്കെ മേത്ത് വീട് ഛർദി പോലെ ആവില്ലേ? ചേട്ടാ വണ്ടി കയറ്. നീ എന്തിനാണ് ഇയാളുടെ മുമ്പിൽ കൂങ്ങിയാൻ പോണേ? ഡോ പട്ടേ, മേലും കീഴും നോക്കാനില്ല. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ കുടുംബം എന്നാണ് കൊല്ല്. ഏ? എന്നിട്ട് ജയിലിൽ പോ. വയസ്സായ തന്തയ്ക്കും തള്ളയ്ക്കും വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്കും കുഞ്ഞിനും ഒക്കെ സമാധാനാവട്ടെ. കൊന്നിട്ട് അങ്ങോട്ട് പോ. ആ, സമയം വൈകി, കുറച്ച് തിരക്കുണ്ട്. പോട്ടെ ചക്രവർത്തി. ചക്രവർത്തി നാളെ പറഞ്ഞ പോരെ? ഈടി എനിക്കായിരുന്നു മനസ്സിലായി. താനൊന്ന് അകത്തേക്ക് വാ. എവിടെ എന്റെ ഡോറ്? ബാങ്കിന്റെ നടപടികൾ നടക്കട്ടെ. എല്ലാം പൂട്ടിക്കിട്ടിട്ട് ഏട്ടൻ വല്ല ജോലിക്കും പോട്ടെ. ഞാനും പോവാ വക്കീൽ പണിക്ക്. ഒരു വക്കീലായി എനിക്ക് വേണമെങ്കിൽ 10 കള്ളക്കേസുകൾക്ക് വേണ്ടി കോടതിയിൽ വാദിക്കാം, ജീവിക്കാം. പക്ഷേ അതൊക്കെ വേണ്ടാന്ന് വെച്ചത് കലയോടുള്ള സ്നേഹം കൊണ്ടാണ് സാർ. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിനും കാരണം എൻ്റെ അച്ഛനാ. അച്ഛനെന്ത് പിഴച്ചു? അച്ഛൻ കല്യാണം കഴിച്ചല്ലേ സാർ പ്രശ്നമായത്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഉണ്ടായത്. ഇല്ലെങ്കിൽ ഈ ലോണും ബാധ്യതയൊക്കെ ഉണ്ടാവോ സാർ? അത് വളരെ ശരിയാണ്. എന്താ തന്റെ അച്ഛന്റെ പേര്? വലിയ പേരാ, രാജഗോപാലൻ തമ്പി. ഭരതകലാക്ഷേത്രം രാജഗോപാലൻ തമ്പി. ഭരതകലാക്ഷേത്രം രാജഗോപാലൻ തമ്പി. ആ, അമ്പലക്കര ഭരതകലാക്ഷേത്രം. അല്ല സാറ് കേട്ടിട്ടുണ്ടോ, അറിയോ? അയാൾക്കും ഒരു ലോണുണ്ട്. അച്ഛനും ലോണുണ്ടാ? വെറുതെ അല്ലട്ടോ ഞങ്ങൾക്ക് ഈ സ്വഭാവം വന്നത്.